അനന്തമജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയും വിധം അതിനൊരു കോണിൽ നിന്നും നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. സാധാരണ നമ്മൾ പ്രപഞ്ചത്തെ പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു വാചകമാണിത്. ഭൂമിയുടെ പുറത്ത് മനുഷ്യൻ ആദ്യമായി മറ്റൊരു സ്ഥലത്ത് കാലുകുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചന്ദ്രനിലാണ്. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 3,84,400 കിലോമീറ്ററാണ്. ആ ദൂരത്തിൻ്റെ വലിപ്പം വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ 100 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കാർ എടുത്ത് നമ്മൾ നേരെ ചന്ദ്രനിലേക്ക് വെച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 160 ദിവസമെടുക്കും ചന്ദ്രനിലേക്ക്. നമ്മുടെ ഭൂമി ചന്ദ്രനിൽ നിന്ന് കാണുവാൻ ഏകദേശം നീലയും പച്ചയും കലർന്നൊരു ഗോളം അതുപോലെ ഉണ്ടായി. ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ തൊട്ടടുത്ത നക്ഷത്രമായിട്ടുള്ള സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 150 മില്യൺ കിലോമീറ്ററാണ്. ഈ കിലോമീറ്ററിന്റെ ഒക്കെ പ്രസക്തി കുറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. ഈ 150 മില്യൺ കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. തീർച്ചയായും ദൂരം കൂടുന്തോറും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണിത്. ഏകദേശം ലൈറ്റിന് 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കുന്നുണ്ട് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ചേരുവാൻ. ഈ ഒരു ദൂരത്തിൻ്റെ അളവ് വ്യക്തമാക്കുവാനായിട്ട് നമുക്കൊരു കാര്യം പറയാം. നമ്മൾ 900 km/h സ്പീഡിൽ ഒരു ജെറ്റ് എടുത്ത് നേരെ സൂര്യനിലേക്ക് വെച്ച് പിടിക്കുകയെന്നുണ്ടെങ്കിൽ 19 കൊല്ലം കൊണ്ട് നമുക്ക് സൂര്യനിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത്. ഇനി നമുക്ക് ഭൂമിയുടെ തൊട്ടടുത്ത ഗ്രഹമായിട്ടുള്ള ചൊവ്വയുടെ കാര്യം നോക്കാം. ഭൂമിയും ചൊവ്വയും ഏറ്റവും അടുത്ത് വരുന്ന സമയത്ത് ഏകദേശം 54.6 മില്യൺ കിലോമീറ്റർ ആണ് ഇവ രണ്ടും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. പക്ഷേ ഇവ രണ്ടും ഓപ്പോസിറ്റ് വരുമ്പോൾ ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ഏറ്റവും കൂടിയ ദൂരം എന്ന് പറയുന്നത് 401 മില്യൺ കിലോമീറ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെറ്റ് എടുത്ത് പോകാന്നുണ്ടെങ്കിൽ 50 കൊല്ലം എടുക്കും മാർസിലേക്ക് അങ്ങനെയാണെങ്കിൽ എത്തിച്ചേരുവാൻ. അതുകൊണ്ടാണ് ഭൂമിയും ചൊവ്വയും ഏറ്റവും അടുത്ത് വരുന്ന സമയങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ആ സമയം കണക്കാക്കി മാത്രം ചൊവ്വയിലേക്കുള്ള പര്യവേഷണ വാഹനങ്ങൾ അയക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഗ്രഹത്തിലേക്കുള്ള ദൂരം അറിയാം. പക്ഷെ സൗരയൂഥത്തിൻ്റെ അതിർത്തിയായിട്ട്, അല്ലെങ്കിൽ സൗരയൂഥത്തിൽ അവസാനത്തെ ഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഏതാ? നെപ്റ്റ്യൂൺ അല്ലേ. സോ നെപ്റ്റ്യൂണിലേക്ക് സൂര്യനിൽ നിന്നുള്ള ദൂരം എത്രയാണെന്ന് അറിയോ? 4.5 ബില്യൺ കിലോമീറ്റേഴ്സാണ്. അത് നമുക്ക് മറ്റു രീതിയിൽ വ്യക്തമാക്കി പറഞ്ഞു തരാം. സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് നെപ്റ്റ്യൂണിലേക്ക് എത്താനായിട്ട് ഏകദേശം 4 മണിക്കൂറും 18 മിനിറ്റും എടുക്കും. സോ ആ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നാൽ അതിനേക്കാളും ദൂരം പോയിട്ടുള്ള മറ്റൊരു മനുഷ്യനിർമ്മിത വസ്തു ഉണ്ട്. അതുകൂടി കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. വോയേജർ 1 എന്നാണ് പറയുന്നത്. ഏകദേശം 40 കൊല്ലമായി നമ്മളത് ഈ ഭൂമിയിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം 22 ബില്യൺ കിലോമീറ്റർ ദൂരം വോയേജർ 1 കടന്നു കഴിഞ്ഞിട്ടുണ്ട്. 1990 ഫേമസ് അസ്ട്രോണമർ ആയിട്ടുള്ള കാൾ സാഗന്റെ നിർദ്ദേശപ്രകാരം ഇതിന് ക്യാമറയൊന്ന് ഭൂമിക്ക് നേരെ തിരിച്ചൊരു ഫോട്ടോ എടുക്കുകയുണ്ടായി. ഒരു പെയിൽ ബ്ലൂ ഡോട്ട്, ഒരു നീല കുത്ത് പോലെയാണ് ആ ഒരു ഫോട്ടോയിൽ ഭൂമി കാണുന്നത്. ഫോട്ടോ എടുത്ത സമയത്ത് വോയേജർ 1ഉം ഭൂമിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1990 6 ബില്യൺ കിലോമീറ്റേഴ്സ് ആയിരുന്നു. അതിൽ തന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നമുക്ക് സൗരയൂഥത്തിൻ്റെ അതിർത്തിയെ പറ്റി സംസാരിച്ചാലോ. ഇതുവരെ സൗരയൂഥത്തിൻ്റെ അതിർത്തി എത്തിയില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കും. ഇല്ല, എത്തിയിട്ടില്ല. സൗരയൂഥത്തിൻ്റെ അതിർത്തി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുതലൊക്കെ അങ്ങോട്ട് കുറച്ച് ഭാഗത്തിനെ പറയുന്ന പേര് ഊർട്ട് ക്ലൗഡ് എന്നാണ്. ഊർട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയററ്റിക്കൽ സ്പേസാണ്. ഫുള്ളായിട്ട് ഫ്രോസൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള മേഘാവൃതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും 2000 മുതൽ 5000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അപ്പുറത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എൻഡ് പോയിന്റ് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആവണം. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം, അഥവാ 150 മില്യൺ കിലോമീറ്റർ. അപ്പോൾ ആ ഒരു ഊർട്ട് ക്ലൗഡിൻ്റെ എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നാൽ സൂര്യൻ്റെ മുഴുവൻ സ്വാധീനവും ഇല്ലാതാകുന്നൊരു സ്ഥലം, അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇൻ്റർസ്റ്റെല്ലാർ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്തിനെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു മൊത്തം റീജിയനെ പറയുന്ന പേര് ഹീലിയോസ്ഫിയർ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ തൊട്ടടുത്ത നക്ഷത്രത്തിലേക്ക് ചെല്ലാം. തൊട്ടടുത്ത നക്ഷത്രമായിട്ട് നമ്മൾ പറയുന്ന ആൽഫ സെൻറ്റോറിയ. സൂര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. സോ ആൽഫ സെൻറ്റോറിയയിലേക്ക് നമ്മൾ പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 41.3 ട്രില്യൺ കിലോമീറ്റർ കടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,76,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇപ്പോൾ എന്തിലാണ് പറയുന്നത്? ലക്ഷത്തിലാണ്. സോ നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് മാറ്റി പിടിക്കാം. ലൈറ്റ് ഇയർ എടുക്കാം. ലൈറ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം. ലൈറ്റ് ഒരു സെക്കൻഡിൽ വാക്വത്തിൽ 3,00,000 കിലോമീറ്റർ സഞ്ചരിക്കുമെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു വർഷം എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് നിങ്ങൾ കണക്കാക്കി നോക്കും. ആ ഒരു ലൈറ്റ് ഇയർ കണക്ക് പറഞ്ഞാൽ ഏകദേശം 4.4 ലൈറ്റ് ഇയർ എടുക്കും ആൽഫ സെഞ്ചുറിയിലേക്ക് എത്തുവാൻ. ഇന്ന് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് ആൽഫ സെഞ്ചുറിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞ വോയേജർ 1 ഉണ്ടല്ലോ, അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 17 km/s. സോ വോയേജർ 1 നേരെ ആൽഫ സെഞ്ചുറിയിലേക്ക് വെച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 70,000 വർഷം എടുക്കും ആൽഫ സെഞ്ചുറിയിലേക്ക് എത്തുവാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
സോ ഇത്രയും ദൂരെയാണ് തൊട്ടടുത്ത നക്ഷത്രം. ഇനി നമുക്ക് നമ്മുടെ മിൽക്കി വേ അഥവാ നമ്മുടെ ഗാലക്സിയെ പറ്റി പറയാം. ഓക്കെ, നമ്മൾ മിൽക്കി വേയുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയാമീറ്റർ പറയുമ്പോൾ ഏകദേശം 1,00,000 ലൈറ്റ് ഇയർ ആണ് നമ്മുടെ മിൽക്കി വേയുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. വൗ. ഹ്യൂമൻ റേഡിയോ ബബിൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇതിൽ. കാരണം നമ്മളിപ്പോൾ ബഹിരാകാശത്തേക്ക് വിടുന്ന റേഡിയോ സിഗ്നൽസിൻ്റെ ഒക്കെ മാക്സിമം എത്തിയിട്ടുള്ളൊരു റീജിയൻ എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റേഡിയോ ബബിൾ. ഇതിനപ്പുറത്തേക്ക് ഇതുവരെ നമ്മുടെ ഈ ഒരു സിഗ്നൽസ് ഒന്നും എത്തിയിട്ടില്ല. കാരണം അത്രയും നാളായിട്ടുള്ളൂ നമ്മൾ ഈ സിഗ്നൽസ് ഒക്കെ വിടാൻ തുടങ്ങിയിട്ട്. സോ ഈ ഒരു ഹ്യൂമൻ റേഡിയോ ബബിളിന് അപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞുള്ള ഒരു ജീവജാലം ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരുവിധ തെളിവുകളും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശം 100 ലൈറ്റ് ഇയേഴ്സ് നമ്മൾ എടുത്തിട്ടൊരു റേഡിയസ് ഭൂമിക്ക് ചുറ്റും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ഈ ഒരു ഹ്യൂമൻ റേഡിയോ ബബിൾ എന്ന് പറയുന്നുള്ള ആ ഒരു പ്രദേശം. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻട്രാ ഗാലക്റ്റിക് സ്പേസ് ആയി നമ്മൾ തൊട്ടടുത്ത് വരുന്ന കുറച്ച് ഗാലക്സികൾ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സി, ഒരു ചെറിയൊരു ക്ലസ്റ്റർ കിട്ടും. ഏകദേശം 10 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് അതിൻ്റെ ഒരു ഡയാമീറ്റർ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ. കുറച്ചുകൂടെ വലിയ അഥവാ കുറച്ചധികം ലോക്കൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സീസ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വലിയൊരു സൂപ്പർ ക്ലസ്റ്റർ കിട്ടും. ആ ഒരു സൂപ്പർ ക്ലസ്റ്റർ നമ്മളടങ്ങുന്ന ആ ഒരു സൂപ്പർ ക്ലസ്റ്ററിൻ്റെ പേര് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്നുള്ളതാണ്. സോ അതിനപ്പുറത്തേക്ക് ഏകദേശം അതിൻ്റെ ദൂരം എന്ന് പറയുന്നത് 110 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അഥവാ 33 മെഗാ പാർസെക് ആണ്. എന്നാൽ ഇത്തരത്തിലുള്ള സൂപ്പർ ക്ലസ്റ്ററുകൾ കൂടി ചേർന്ന് മറ്റൊരു ഭീമാകാരമായുള്ള സൂപ്പർ ക്ലസ്റ്റർ ആകും. ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ എന്നാണ് നമ്മളുടെ ഭൂമിയും നമ്മളുടെ സൗരയൂഥവും നമ്മളുടെ ഗാലക്സിയും ഒക്കെ അടങ്ങുന്ന ഈ ഒരു സൂപ്പർ ക്ലസ്റ്ററിൻ്റെ പേര്. ഏകദേശം 500 മില്യൺ ലൈറ്റ് ഇയർ ആണ് ഈ ഒരു സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്ത് എവിടെയോ അതിഭീമമായ മാസുള്ള ഏതോ ഒരു വസ്തു ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളുടെ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് അഥവാ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ്. വെയിറ്റ് എ സെക്കൻഡ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും പ്രപഞ്ചം ഉണ്ടായിട്ട് 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അല്ലേ ആയിട്ടുള്ളൂ, പിന്നെ എങ്ങനെ 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് നമ്മളുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ വലുപ്പമായി എന്ന്. കാരണം പ്രപഞ്ചം ഉണ്ടായിട്ട് 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് ലൈറ്റ് ഭൂമിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു ലൈറ്റ് 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് കഴിഞ്ഞ് ഇപ്പോഴല്ലേ എത്തുള്ളൂ. അപ്പോൾ ശരിക്കും ആ ഒരു റേഡിയസ് 13.8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അല്ലേ വരേണ്ടത്. പക്ഷേ നമ്മളുടെ ഈ ഒരു പ്രപഞ്ചം അനുനിമിഷം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു ലൈറ്റ് ഇയറിൽ നമ്മൾ ആ ഒരു റേഡിയസ് കണക്കാക്കുന്നതും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആയത്. സോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുന്നു. ചിലപ്പോൾ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ യൂണിവേഴ്സിൻ്റെ വലുപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്കറിയില്ല ഒറിജിനൽ യൂണിവേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന്. മേ ബി അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കാം. ഒരു വിശാലമായ കടൽ തീരത്തെ ഒരു മണൽത്തരിയുടെ അത്രയും. ക്യാൻ യു എവർ ഇമാജിൻ ദാറ്റ്? സോ ഈ വീഡിയോ എൻഡ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത അതേ കാര്യം തന്നെ പറയട്ടെ. അനന്തമജ്ഞാനം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയും വിധം അതിനൊരു കോണിൽ നിന്നും നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. താങ്ക് യു സോ മച്ച്.